എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ലോഡുമായിട്ട് നമ്മൾ പോകുന്നത് അരിസോണയിലേക്കാണ്. രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും റോഡ് മൊത്തം ബ്ലാക്ക് ഐസ് ആയിട്ടാണ് കിടക്കുന്നത്. സ്നോ ഉള്ളതിനേക്കാളും ഒക്കെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ബ്ലാക്ക് ഐസ് ഉള്ളപ്പോൾ. വീട്ടിൽ ഇരുന്നിട്ട് ബോറടിക്കുന്നെന്ന് പറഞ്ഞ് ബ്രൂണോയും നമ്മുടെ കൂടെ പോരുന്നു. അങ്ങനെ ഇന്ന് പപ്പയും നമ്മുടെ കൂടെ ട്രിപ്പിന് വേണ്ടി വരുന്നുണ്ട്. വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു പോവാന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ കൂടി. അങ്ങനെ പതിവ് പോലെ സരുവ് ചായ മേടിക്കാൻ വേണ്ടി പോയി. കിട്ടിയ ക്യാബില് കിങ്ങിണി വണ്ടിയിലേക്കും കയറി. സ്നോയും ഐസും ഒക്കെ ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ടെക്സസിലെ അമർലോ എന്ന് പറഞ്ഞ ഏരിയ. നമ്മൾ എന്ന് വന്നാലും ഒരു 3-4 ആക്സിഡന്റ് എങ്കിലും ഇവിടെ കുറഞ്ഞത് കാണാൻ സാധിക്കും. ടെക്സസിലുള്ള ഗ്രേ കൗണ്ടി എന്ന് പറയുന്ന ഒരു റെസ്റ്റ് ഏരിയ ആണിത്. നമ്മൾ ഈ വഴിക്ക് എപ്പോൾ പോയാലും റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് നിർത്താറുള്ളത്. കേരളത്തിൽ മാത്രമല്ല, ഞങ്ങൾ അമേരിക്കക്കാർക്കും ഉണ്ട് പമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇത് ടെക്സസിലെ ഒരു സിറ്റിയുടെ പേരാണ്. അവിടേക്ക് പോകാനുള്ള എക്സിറ്റ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓവർ സൈസ് ലോഡുമായിട്ട് വരുന്ന ഒരു ട്രക്കാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഇതിനകത്ത് മെയിൻലി കൊണ്ടുപോകുന്നത് ഓഫീസിന്റെയോ വീടിന്റെയോ ആയിട്ടുള്ള ബിൽഡിംഗ് പാർട്സുകളാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് 5 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് ന്യൂ മെക്സിക്കോ ബോർഡറിലേക്ക് എത്തി. നോർമലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലും കഴിക്കുന്നത് ഇന്ത്യൻ ഫുഡുകളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും നിർത്താറുള്ളത്. അങ്ങനെ നമ്മൾ ന്യൂ മെക്സിക്കോയിൽ തന്നെയുള്ള ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പഞ്ചാബി ധാബ നമ്മൾ കണ്ടുപിടിച്ചു. കടയിലേക്ക് കയറി വരുന്നിടത്ത് തന്നെ നമുക്ക് ഫ്രഷ് ചായയും സമൂസയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു.
അത്യാവശ്യം നാട്ടിൽ കിട്ടുന്ന ഒരുമാതിരി എല്ലാ ഐറ്റങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഒളിഞ്ഞിരുന്ന ഒരു മായയുടെ കുപ്പിയും പിടിച്ചുകൊണ്ട് സരുവ് വന്നു. അത്യാവശ്യം തിരക്കടില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ബട്ടർ ചിക്കനും പിന്നെ പറാത്തയായിരുന്നു. അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഫുഡായിരുന്നു. പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് ട്രക്കിലേക്ക് ലോഡ് നിറയ്ക്കുന്ന ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ അരിസോണയിലെ ലോഡ് ഇറക്കാനുള്ള കോസ്കോയുടെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് എത്തി. രാത്രി മൊത്തം ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ സരൂപ് അത്യാവശ്യം നല്ല ഉറക്കത്തിലായിരുന്നു. ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മൊബൈൽ ഡിവൈസ് ആണിത്. ഇനി ഇതിൽ കൂടിയായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരുന്നപ്പോഴാണ് നമുക്ക് കിട്ടിയിരുന്ന ഡിവൈസ് റിങ് ചെയ്യാൻ തുടങ്ങിയത്. അതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡോർ നമ്പർ 100 ആയിരുന്നു. അങ്ങനെ അൺലോഡിങ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പപ്പ നാട്ടിലെ ഒരു ഫ്രണ്ടിനെ വിളിച്ചത്. നമ്മുടെ നാട്ടിലെ ചർച്ചിലെ ഒരു മെമ്പറായ ജിജി അങ്കിൾ നമ്മൾ അൺലോഡ് ചെയ്ത സ്ഥലത്തിന്റെ ഏറ്റവും അടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ട്രക്ക് നമ്മൾ ലൗസിന്റെ പാർക്കിംഗ് ലോഡിലേക്ക് പാർക്ക് ചെയ്തു. അങ്കിൾ വരാൻ ഒരു 10 മിനിറ്റും കൂടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു. ഉച്ച ടൈം ആയിരുന്നുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 12 തൊട്ട് 15 മിനിറ്റ് വരെയാണ് അങ്കിളിന്റെ വീട്ടിലേക്കുള്ള ദൂരം. ഇവിടുത്തെ വീടുകളുടെ ബിൽഡിംഗ് സ്റ്റൈലിലും കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഷിംഗിൾസിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓടുകളാണ്. നമ്മൾ വരുന്ന അറിഞ്ഞ് ആൻറ്റി കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല നാടൻ ഊണൊക്കെ കഴിച്ചിട്ട് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ പല ടൈപ്പ് ഓറഞ്ചുകളും ആപ്പിളിൻ്റെ മരവും മുരിങ്ങയ്ക്കയും പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ടും അങ്ങനെ കുറേ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ ഒക്കലോമയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പെട്ടി നിറയെ ഓറഞ്ചും മുരിങ്ങയിലയും മുരിങ്ങയ്ക്കയും എല്ലാം കൂടി അങ്കിളും ആൻറ്റിയും കൂടി പാക്ക് ചെയ്ത് തന്നു. അടുത്ത നമ്മുടെ ലോഡ് അരിസോണയിലെ തന്നെ സർപ്രൈസ് എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്നാണ് പിക്കപ്പ് ചെയ്യുന്നത്. അത് റെഡ് ബുള്ളിന്റെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഒക്ലോമ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈവനിങ് ടൈം ആയിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ റെഡ് ബുള്ളിന്റെ വെയർഹൗസിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. 2 ലൈനായിട്ടാണ് ഇവിടെ അകത്തേക്ക് പോകേണ്ടത്. നമ്മുടെ ലോഡ് റെഡി ആവാത്തതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന നമ്മുടെ എം ടി ട്രെയിലർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ഗേറ്റിന്റെ മുന്നിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് 2 ഡോറുകളും ഓപ്പൺ ചെയ്യണം. ട്രെയിലറിന്റെ ടയറുകൾ ഏറ്റവും ബാക്കിലേക്ക് ഇട്ട് കൊടുക്കണം. ഇന്നലെ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് കമ്പനിയുടെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തിരുന്നത്. രാവിലെ ഏകദേശം 9 മണിയാകുമ്പോഴത്തേക്ക് ലോഡ് റെഡിയാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 9 മണിയായപ്പോൾ തന്നെ നമ്മുടെ ലോഡ് റെഡി ആയിരുന്നു. ഇത് ഒക്ലോമ സിറ്റിയിൽ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ദൂരെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. ഈ സിറ്റി വന്നിട്ട് ഏത് സൈഡിലോട്ട് നോക്കിയാലും നമുക്ക് ചുറ്റിനും ഈ മലനിരകളാണ് കാണാൻ സാധിക്കുന്നത്. കയറ്റം കയറുമ്പോൾ നമ്മൾ ലോഡും കൊണ്ട് കയറുന്നതുകൊണ്ട് തന്നെ ട്രക്ക് അത്യാവശ്യം സ്ലോ ആയിട്ടായിരിക്കും കയറ്റങ്ങളൊക്കെ കയറി പോകുന്നത്. ആ ടൈമിൽ നമ്മൾ ഹസാർഡ് സിഗ്നൽ അല്ലെങ്കിൽ ഫോർവേഡ് സിഗ്നൽ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് നമ്മൾ സ്ലോ ആയിട്ടാണ് കയറ്റം കയറി പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കുളിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ലൗസിലേക്ക് നിർത്തി. ഇവിടുന്ന് എങ്ങോട്ട് നോക്കിയാലും ചെറിയ മലനിരകളും അത്യാവശ്യം മരുഭൂമി പോലത്തെ ഉള്ള ഒരു ലുക്കാണ്. കയറ്റം കയറി വന്ന പോലെ തന്നെ ഇറക്കം ഇറങ്ങുമ്പോഴും നമ്മൾ അത്യാവശ്യം സ്ലോ ആയിട്ടാണ് ഓടിക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് എൻജിൻ ബ്രേക്കാണ് യൂസ് ചെയ്യുന്നത്, നാട്ടിലെ റിട്ടാർഡർ ബ്രേക്ക്.
സാൻ ഫ്രാൻസിസ്കോ പീക്സ് എന്ന് പറഞ്ഞ കുറച്ച് മൗണ്ടൻസ് ആണ് നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാൻ പറ്റുന്നത്. ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കി എന്ന് പറഞ്ഞ ടൗണിന്റെ നൈറ്റ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ ആണിത്. അങ്ങനെ നമ്മൾ ന്യൂ മെക്സിക്കോ ബോർഡർ ക്രോസ് ചെയ്ത് ടെക്സസിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒക്ലഹോമ വരെ ഒരു 5 മണിക്കൂറോളം ഉണ്ട്. അമേരിക്കയിലെ പുതുപുത്തൻ വിശേഷങ്ങളും ട്രക്കിംഗ് വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.